ജനങ്ങൾക്ക് സെക്കൻഡ് വെച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം CJP എന്ന് പറയുന്ന പാർട്ടി ഒരു ദിവസം കൊണ്ടുണ്ടാകുകയാണ്. ഒരു പിന്നെ ന്യായാധിപൻ അദ്ദേഹത്തിൻ്റെ 3 വാക്കുകളിൽ നിന്നും ഒരു പാർട്ടി ഉണ്ടാകുകയാണ്. CJP എന്ന് പറയുന്ന പാർട്ടി സോഷ്യൽ മീഡിയ ഉണ്ടാകുന്നു. 23 മില്യൺ എന്ന് പറഞ്ഞാൽ 2,30,00,000 ലക്ഷം ആൾക്കാർ ഒരു ദിവസം 2 ദിവസം 3 ദിവസം കൊണ്ട് പാർട്ടിയാവുന്നു. ആ പാർട്ടിക്ക് ഒരു ബോർഡ് വരുന്നു, ആ പാർട്ടിക്ക് വക്താക്കൾ വരുന്നു, വക്താക്കൾ പത്രസമ്മേളനം നടക്കുന്നു, വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് ആ പാർട്ടിയുടെ അധ്യക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലില്ല, വിദേശത്ത് നിൽക്കുകയാണ്. അപ്പം വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് വെച്ച് ഡിസിഷൻ എടുത്ത് പോവാണ്. അപ്പം നമ്മളീ പറയുമല്ലോ, ഇപ്പം ഈ CPM നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഈ ലാത്തി കൊണ്ട് അടിച്ചതായിരുന്നു, രക്ഷാപ്രവർത്തനമായിരുന്നല്ലോ. രക്ഷാപ്രവർത്തനത്തിന് മേലെ CPM നേരിട്ട വിഷയം എത്രയാണ്? കടക്കുപുറത്ത് എന്ന് പറഞ്ഞതിനകത്ത് CPM നേരിട്ട വിഷയം എത്രയാണ്? അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മുഴുവൻ സെക്കൻഡ് കൊണ്ടാണ് ജനങ്ങൾ ഡിസിഷൻ എടുക്കുന്നത്, സെക്കൻഡ് കൊണ്ടാണ്. കാരണം അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കഥകളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വാക്കുകൾ ഇന്നലെ മാധുവിനോട് ഏതോ ഒരു സംവിധാനത്തിൽ ഞാൻ കേട്ടതാണ്. മാധു പറയുന്നുണ്ട്, എല്ലാ ദിവസവും പത്രം വായിക്കുമോ എന്നങ്ങോട്ട് ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും പത്രം വായിക്കേണ്ട കാര്യമില്ല. കാരണം ഹെഡ്ലൈൻ വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്ന പത്രത്തിൻ്റെ ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും ഹെഡ്ലൈൻ വായിച്ച കാര്യം നമുക്ക് മനസ്സിലാവും. മലയാളി അങ്ങനെയാണെന്നേ. മലയാളീനെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് നല്ല ബോധ്യമുണ്ട്, എല്ലാ കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കി പിടിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു തുടങ്ങുമ്പോഴേ ബന്ധു നിയമനം എന്താണെന്ന് ചോദിച്ചാൽ അളിയനെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കിയെന്ന് വെച്ചാൽ വേറെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട. അതിന് നിങ്ങൾ ഭരണഘടനയും അത് നിങ്ങൾ കോടതിയിലെ ഉത്തരവുകളും അങ്ങനെ നിയമിക്കുന്നതിൽ പ്രശ്നമില്ല, ഞങ്ങളുടെ നേതാവാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബന്ധു നിയമനമാണ്. അതിപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ്, DCC പ്രസിഡന്റ് ആയാലും DCC വൈസ് പ്രസിഡന്റ് ആയാലും ഒക്കെ കണക്ക് തന്നെയാണ്. അതാണല്ലോ CPM അനുഭവിച്ചത്. അതാണ് ഈ ME ഗോവിന്ദൻ്റെ ഭാര്യനെ MLA ആക്കി കഴിഞ്ഞപ്പോൾ MLA സ്ഥാനത്തേക്ക് മത്സരിച്ച് കഴിയുമ്പോൾ കേരളം കേട്ട പഴി എന്ന് പറയുന്നത്, CPM കേട്ട പഴി എന്ന് പറയുന്നത് അതാണ് അല്ലേ? അപ്പോൾ ഇത് ഞങ്ങളുടെ നേരത്തെ വരുമ്പോൾ ഞങ്ങൾക്ക് അത് എഴുതി കിട്ടി എന്നുള്ള നീതിയിലേക്ക് കാണാൻ കഴിയില്ല. ജനം നിരാകരിച്ചു. അപ്പോൾ ജനങ്ങൾ ഇത് നമ്മൾ നിയമസഭയിൽ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ അത് ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും ഒരു അംഗം ഉന്നയിച്ചു. ആ ഉന്നയിച്ച അംഗത്തിൽ നിന്ന് ബാക്കി എല്ലാത്തിനും മറുപടി പറയും, ഇതിന് മറുപടി പറയാതെയും പോയിട്ടുണ്ടെങ്കിൽ അത് പോകുന്നത് പ്രത്യേകിച്ച് ഒരു MLA മാത്രമല്ല കേട്ടോ, കേരള കോൺഗ്രസ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റീൻ്റെ പ്രസിഡന്റ് കൂടിയാണ്, KPCCൻ്റെ അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ അധ്യക്ഷൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അധ്യക്ഷനായ പാർട്ടി നിശ്ചയിച്ച ഒരാൾ സ്വന്തം വകുപ്പിലോ ആലോചിക്കണ്ടേ അങ്ങനെ നിശ്ചയിക്കാൻ പാടുമോ എന്നുള്ളത്? വേണ്ട, വേറെ ഏതെങ്കിലും വകുപ്പിൽ ഇപ്പം ഇവർ ഉദാഹരണമായിട്ട് പല ആൾക്കാരും പറയുന്നത് ആ വകുപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പിൽ കൊടുത്തുകൂടെ? അങ്ങനെ വേണ്ട. ആ കുടുംബത്തിൽ ഒരാളുണ്ട്, ആ കുടുംബത്തിൽ മന്ത്രിയായ ഒരാളുണ്ടെന്നേ അത് മനസ്സിലാക്കുക. പിന്നെ CPM അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല.